ജോബി ചേട്ടാ വണക്കം സാർ. വണക്കം. വണക്കം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഞാൻ ചേട്ടന്റെ അനിയനായിട്ട് വരും. ചേട്ടാന്ന് വിളിക്കരുത്, എന്നെ അനിയാന്ന് കാണാവുള്ളൂ. അങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ അങ്ങനെ കുഞ്ഞി പൈതലല്ലേ. അയ്യോ എന്ന് അങ്ങനെ എന്റെ അജി ചേട്ടന് എന്തുമാത്രം സിനിമയിൽ അഭിനയിച്ച് എന്തുമാത്രം വലിയ തിരക്കുള്ള മനുഷ്യനാണ്. എന്നെ അങ്ങനെ അത് പറയുമ്പോ ഒരു ജോബി സുഖമല്ലോ. പിന്നല്ലാതെ സുഖമായിട്ടിരിക്കുന്നു. അതെ, ജോബി ചേട്ടൻ എനിക്ക് നാളുകളായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഒരുപാട് സ്റ്റേജുകളിൽ ഒന്നിച്ച് പരിപാടി ചെയ്തിട്ടുണ്ട്. എന്തിലും ചെയ്ത പരിപാടിയെ കൂടെ അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന, നമ്മൾ സ്ഥിരം കാണുന്നതല്ലാത്ത പല ഇനങ്ങളും കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കൂട്ടത്തിൽ ഒറ്റയാനായിട്ട് നടക്കുന്ന ഒരാളാണ് ജോബി ചേട്ടൻ. എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ വളരെ വ്യത്യസ്തമുള്ള സാധനമാണ്. എന്തൊക്കെയോ ചില ചേട്ടത്തിമാര്, ചില കഥാപാത്രങ്ങൾ ഒക്കെ ജോബി ചേട്ടൻ കൊണ്ടിരുന്നതിൽ ഗംഭീരമായിട്ട് കൊണ്ടിരുന്ന ആളാണ്. സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഇഷ്ടം പോലെ മിമിക്രി തുടങ്ങിയ കാലം തൊട്ട് ഒരുപാട് പേര് ഇംഗ്ലീഷ് സിനിമയുടെ ട്രെയിലർ കാണിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ജോബി ചേട്ടൻ കാണിക്കുന്ന ട്രെയിലറിന് എപ്പോഴും വേറൊരു തലമുണ്ട്. വെറുതെ കാണിക്കുന്നതിനപ്പുറം ഒരു അടുക്കും ചിട്ടയുമായിട്ട് ഒരു ഡയറക്ടറുള്ള ഒരു ഇംഗ്ലീഷ് പടമായിട്ടാണ് പുള്ളി ചെയ്യുന്നത്. മറ്റേത് കാളാൻ കൂളാൻ ഇംഗ്ലീഷ് പടമാണ്. അതങ്ങനെ തോന്നിയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങൾ അനുകരിക്കുന്ന ഒരാളാണ്. നല്ല ഇപ്പൊ നമ്മൾ വേറൊരാളുടെ പരിപാടി പോലെ ഞാൻ ടെൻഷൻ അടിക്കുന്ന ആളാണ്. എനിക്ക് കുഴപ്പമുണ്ട്. നമ്മൾ കാണാൻ പോയ പരിപാടി മോശമാണേലും ഞങ്ങൾ പാലയിൽ പണ്ടൊരു പരിപാടിക്ക് പോയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു വലിയ പള്ളിയുടെ ഗ്രൗണ്ടിൽ ഒരു പരിപാടിക്ക് നിങ്ങൾ അവിടെ ഷോ കാണാൻ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തോ വോൾട്ടേജ് പ്രശ്നം, സൗണ്ട് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അതിന്റെ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളൊരു ടെൻഷൻ അടിക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഷോ കാണാൻ വന്ന ആളാ പുള്ളി. അതിനുവേണ്ടി വെറുതെ ടെൻഷൻ അടിക്കുന്നുണ്ട് ആ ഷോയ്ക്ക്. അതൊരു വലിയ ക്വാളിറ്റിയാണ്. നമ്മള് ആ വേദി നിൽക്കുമ്പോൾ നമ്മുടെ ആ ഉരുകൽ അറിയാലോ. പ്രത്യേകിച്ച് ഇവരൊക്കെ വന്നിട്ട് ഒരു പ്രോഗ്രാം, ഇവരൊക്കെ വരുമെന്ന് പറഞ്ഞാൽ കടൽ പോലെ ജനമാണ്. അതിന്റെ മുന്നിൽ നിന്നിട്ട് മാനസികമായിട്ട് ഉരുകുമ്പോൾ നമ്മൾ സകല ദൈവത്തെയും വിളിച്ചു പോകും. കാരണം ഒരു സെക്കൻഡിൽ കൊടുക്കേണ്ട ആ പഞ്ച് കൃത്യമായിട്ട് വെടി കൊണ്ടാലല്ലേ ആൾക്കാർ എടുക്കുള്ളൂ. അത് പിന്നെ അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, പിഷാരടി പഞ്ചവർണ്ണത്തെ അനൗൺസ് ചെയ്ത സമയത്ത് ടിനിച്ചേട്ടന് ഒരു പ്രോഗ്രാം ചങ്ങനാശ്ശേരി വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ ഇദ്ദേഹം ഗസ്റ്റായിട്ട് വന്ന. അപ്പോൾ പ്രോഗ്രാം തുടങ്ങാറായപ്പോൾ തന്നെ ഞങ്ങളെല്ലാം ഇങ്ങനെ പിഷാരടി പഞ്ചവർണ്ണത്തെ ചെയ്യാൻ പോകും. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ചാൻസ് ചോദിക്കണമെങ്കിൽ നമുക്ക് അടുത്തറിയാവുന്ന ഒരാളോട് ചാൻസ് ചോദിക്കാൻ പാടില്ല. അപ്പം ഞാൻ പിഷാരടി കാണുമ്പം അന്നേരം വേറെ ആൾക്കാർ കണ്ണൻചേട്ടൻ ഈ സ്വഭാവം ഉണ്ടല്ലോ, ഇങ്ങനെ അളിഞ്ഞു കയറ്റോ പിഷാരടി എനിക്ക് പടത്തിലൊരു വേഷം അതാ ഇതാ ഇങ്ങനെ പറഞ്ഞു. ഒത്തിരി പരിപാടിയിലുള്ളവരും ഇല്ലാത്തവരൊക്കെ ഇങ്ങ് വന്ന് കൂടിയേക്കുവാ. അങ്ങനെ പ്രോഗ്രാം തുടങ്ങാൻ സമയമായപ്പോഴത്തേനും മൂത്രം ഒഴിക്കാൻ പറ്റി എനിക്ക്. അപ്പൊ നമുക്കൊരു ഒന്ന് ഫ്രഷ് ആണോ. നേരെ മൂത്രം ഒഴിക്കാൻ നോക്കുമ്പോൾ ആ സ്റ്റേജിൽ സൈഡിൽ ഒരു സ്ഥലവും ഇല്ല. ഒരു ഓഡിറ്റോറിയ ചെറുതായിട്ട്. വെളിയിലേക്ക് ആ കമ്മിറ്റിക്കാരോട് ചോദിച്ചു പറഞ്ഞു അതിന്റെ വെളിയിലാണ് ടോയ്ലറ്റ്, അങ്ങോട്ടേക്ക് പോയാൽ മതി. ചെന്നപ്പോൾ അവിടെ നിറച്ച് സ്ത്രീകൾ, അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റിയ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ടെൻഷനായിട്ട് ആകെ ഭ്രാന്ത് പിടിച്ചു. ഇതിൻ്റെ പുറയിലൊരു മതിലുണ്ട്, ആ മതിൽ ചാടിപ്പോയി കാര്യങ്ങളൊക്കെ സാധിച്ച് തിരിച്ചു വന്നു. അപ്പോൾ പ്രോഗ്രാം തുടങ്ങി. ടിനിച്ചേട്ടൻ കയറി അനൗൺസ്മെന്റ് ഒക്കെ ചെയ്തപ്പോഴത്തേനും അപ്പോഴും പിഷാരടി പൊതിഞ്ഞൊക്കെ ആൾക്കാർ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒന്ന് ചോദിക്കണം, കാരണം നമുക്ക് ഒന്ന് പോയാൽ പോട്ടെ, ചോദിച്ച് കിട്ടിയാൽ കിട്ടട്ടെ എന്ന രീതി ഞാനിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിഷാരടി കയറേണ്ട സമയം, പിഷാരടി ഓർക്കുന്നുണ്ടെങ്കിൽ അറിയില്ല, പ്രോഗ്രാം തുടങ്ങേണ്ട സമയം. ഇപ്പോൾ പുള്ളിക്കാരന് ഒന്ന് ഫ്രഷ് ആവണം, എനിക്ക് എവിടെ. അപ്പോൾ വേറൊരാൾ പറഞ്ഞു അവൻ എവിടെ കൊണ്ട് പോയിട്ടാവണേന്ന് പറഞ്ഞു. എന്നെ കാണിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ജോബി എനിക്ക് എന്നെ വിളിച്ച് കയറാറായി, എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം, എവിടെ മൂത്രപ്പര എവിടെ. ഞാൻ പറഞ്ഞു നിൽക്കവിടെ പോകാൻ പറ്റട്ടെ, പഞ്ചവർണ്ണത്തയിൽ എനിക്കൊരു വേഷം തരണം, പറ ഇപ്പൊ പറ. പുള്ളി ആകെ മുട്ടി നിൽക്കുക. ഞാൻ പറഞ്ഞു ഇപ്പൊ പറ. പുള്ളി ഇതേ ചിരി അവിടെ കിടന്ന് ഇങ്ങനെ ചിരിച്ചിട്ട് ചിരി നിർത്തുന്നില്ല. ഞാൻ ചോദിച്ചു പോകണ്ടേ ടോയ്ലറ്റ്. അപ്പൊ പുള്ളി എന്നോട് പറയണേ ഇനി പോകുന്നില്ല, പാൻറ് മാറിയാ മതിയെന്ന്. ഭയങ്കര ക്ലൈമാക്സ് ആയി. എനിക്ക് നിങ്ങൾ തടഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ട്. നമ്മൾ മതിലിയാടി കാര്യം നടത്തി. ഒരാള് മൂത്രമൊഴിക്കാൻ മുട്ടി നിൽക്കുന്ന ആളെ തടഞ്ഞു നിർത്തി. പുള്ളിക്ക് മാത്രമേ സ്ഥലം അറിയാവുള്ളൂ. ഇതെവിടെയാ സാധിക്കുന്നത്, എവിടെ പോകാൻ പറ്റത്തില്ല. മതിലുകാർ എല്ലാം ആ സ്ഥലം പുള്ളി സൂക്ഷിച്ചു വെച്ചേക്കും. ഒരു മതിലി ആടിയിട്ട് വേറൊരു ബിൽഡിങ്ങിന്റെ ഇതിന്റെ ഒക്കെ കൂടെ ഉള്ള ഒരു ഇടയാ, കറക്റ്റ് അതിനിടയിലോട്ട് ചാടണം. അത് കണ്ടുപിടിച്ച് വെച്ചിട്ട് പുള്ളി ആർക്കും പറഞ്ഞു കൊടുക്കില്ല. ചാൻസിന്റെ ഗംഭീരായി. ചോദിച്ചേട്ടാ ഞങ്ങൾക്ക് എന്തെങ്കിലും പരിപാടി എന്താ ഉള്ളത്? ഇന്നിപ്പോ നമുക്ക് രണ്ടുപേർക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നില്ലല്ലോ. വേറെ പരിപാടി എന്താ, നമ്മള് പണ്ട് ചെയ്ത ഇപ്പൊ ട്രെയിലറിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് കേട്ടാലോ? അതൊന്നുകൂടെ ആവർത്തിക്കാം. വെള്ള ഗ്രേവി ഒക്കെ മേടിച്ചോ? അതെ. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ അതിന്റെ സൈഡിൽ കൂടെ ഇട്ട് തന്നേക്കണം. ഞാൻ കോടതി സമക്ഷം ബാലം വക്കീൽ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചത്. അപ്പോൾ എൻ്റെ കൂടെ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ അകത്തൊരു തമാശ ഉണ്ട്, അത് പിന്നെ പറയാല്ലേ? അത് പറഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെ അജുവിന് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട്
അദ്ദേഹത്തിന് തന്നെയുള്ള അത് ഈ പറഞ്ഞ പോലെ എനിക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാനായിട്ട് അവസരം ഉണ്ടാക്കി തന്നത് ദിലീപേട്ടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയായിരുന്നു കോടതി സമക്ഷം ബാലം വക്കീൽ. അപ്പോൾ അദ്ദേഹത്തോട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞേടാ വാ നമുക്ക് സംഭവം ചെയ്യാം എന്നങ്ങനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് ഗുണ്ടാ ടീമിൽ ഉള്ള ഭീമൻ രഘുവിൻ്റെ ഒരു ഗുണ്ടാ ടീമിലുള്ള ഒരു ആളായിട്ടാണ് ഞാൻ സംഭവം എടുത്തോണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ദിലീപേട്ടൻ്റെ എനിക്ക് ഡയലോഗൊന്നും ആയിട്ടില്ല. ഞാൻ ദിലീപേട്ടൻ്റെ അടുത്ത് പറയുന്നത് ദിലീപേട്ടൻ 2 ഡയലോഗ് 2 മതി, ഈ സീനിൽ നിങ്ങളെല്ലാം ഉണ്ടല്ലോ, നോക്കട്ടെ തരാം, ഞാൻ മിണ്ടല്ലേ തരാം എന്നൊക്കെ പറഞ്ഞ് വിളി. അത് കഴിഞ്ഞിട്ട് ഈ സംഭവം ഷൂട്ട് എടുത്തോണ്ടിരിക്കുക, ആക്ഷൻ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് അവരൊരു സംഭവം ക്രിയേറ്റ് ചെയ്ത്, അപ്പോൾ ഇവൻ ഈ ഡയലോഗ് പറയട്ടെ, എനിക്കല്ല വിക്ക്, ബാബുവേട്ടനാണ് വിൽക്കുന്നത്. ദിലീപേട്ടൻ അതിനകത്ത് വിക്കാണ്. അപ്പം ബാബുവേട്ടൻ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ കൂടെയുള്ള ഭീമൻ രഘുവാണ്. അപ്പോൾ ഭീമൻ രഘുവിൻ്റെ ടീമാണ് ഞാൻ. അപ്പോൾ എനിക്കല്ല വിക്ക്, ഈ ബാബുവേട്ടനാണ് വിൽക്കുന്നത് പറയുന്നത്. ആ സാധനം പറയുമ്പോൾ എനിക്കിട്ട് അടിക്കും, എനിക്കല്ല വിക്ക്, ബാബുവേട്ടനാണ് വിൽക്കുന്നത് പറയുമ്പോൾ ഭീമന്റെ ഒറ്റ അടിയാ. ആ ഒറ്റ അടി എനിക്കിട്ട് കവിളിട്ട് കൊണ്ടു. അയ്യോ ശരിക്കും. കാരണം അത്രയും വലിയ മനുഷ്യൻ, വലിയ കയ്യ്, അത് വന്ന് നമ്മളെ സ്പർശിച്ചാലോ വലിയ കൊള്ളല എനിക്ക്. ഇതിങ്ങനെ കൊണ്ട് ഞാനിങ്ങനെ തിരുമ്പി ഇരിക്കുമ്പോഴത്തേക്കും ഈ അയച്ചേട്ടനൊക്കെ അവിടെ മോണിറ്റർ അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഡയറക്ടർ ബി ഉണ്ണിക്കൽ സാർ മോണിറ്ററെ കണ്ടിട്ട് അടി കൊണ്ടെന്ന് തോന്നുന്നു. അവര് ചിരി അങ്ങ് ചിരിക്കാൻ തുടങ്ങി. അന്നേരത്തിനും ദിലീപേട്ടന് ഒരു സംശയം, നിനക്കിട്ട അടി ശരിക്കും കൊണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല കൊണ്ടില്ല, എന്നാലും കൊണ്ടില്ല, കൊണ്ടു. ഞാൻ പറഞ്ഞു കൊണ്ടു. അല്ല നിനക്ക് വലിച്ചാണ്, വേദനിച്ചോ? ഇല്ല വേദനിച്ചൊന്നും ഇല്ല. അങ്ങനത്തെ ഭീമന്റെ ചേട്ടൻ ഒരു ചെറിയൊരു ഇത്, പിന്നെ അടി കൊണ്ടെന്നും പറഞ്ഞു, വേദനിച്ചില്ലെന്ന് പറയുന്നത്. കൂടെ നിൽക്കുന്നതുകൊണ്ട് എടാ ഞാൻ നിന്നെ ഒന്ന് അടിച്ചു നോക്കാം, വേദനയുണ്ടെ പറയണേ. ഇങ്ങനെയാണോ അടിക്കുന്നത്? ഭീമന്റെ അവരോട് ഇങ്ങനെയാണോ അടിക്കുന്നത് ചോദിച്ചു. അത് മാത്രല്ല, ആദ്യം ഈ ഇടയ്ക്ക് വെച്ചിട്ടേ നിനക്ക് അടി കൊണ്ടത് വേദനിച്ചോ? അപ്പൊ വേദനിച്ചോ? അപ്പൊ അവിടെ ചെറിയൊരു കറക്ഷൻ വന്നു, ഒന്നുകൂടെ പോം. അങ്ങനെ 4 or 5 ടേക്ക് 4 അടിയാ കൊണ്ടത്. ആദ്യം ഇത് അടിച്ചു കഴിഞ്ഞപ്പം സെറ്റിൽ എല്ലാരും സ്പോണ്ടേനിയസ് ആയിട്ട് കൊടുത്തതാ. നീ എല്ലാവരും എനിക്കാണ് വിൽക്കുന്ന പറഞ്ഞു. അപ്പൊ അടി കൊണ്ടപ്പോ റിയാക്ഷൻ എല്ലാരും ചിരിച്ചു. രണ്ടാമത്തെ ആയപ്പോഴും എല്ലാരും ചിരിച്ചു, ചേട്ടനും ചിരിച്ചു. 4-5 ഒക്കെ ആയപ്പോണ്ടല്ലോ നമ്മൾ ചിരിക്കുന്നുണ്ട്, ചേട്ടൻ ആ ചിരി അങ്ങ് പോയി. എന്റെ കണ്ണീ കൂടെ വലിയൊരു കയ്യല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ഇംഗ്ലീഷ് ഫിലിമിൻ്റെ ട്രെയിലർ കോമഡി രൂപേണ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. നന്നാവുകയാണെങ്കിൽ ഗോൾഡൻ മൂവീസ് പ്രസൻസ് ബോക്സർ boxer. Where is the speed one? I'm Mr. Scamp. Scamp, come on this fire! Come on, to stop the jeep! Don't talking. Don't talking. Hello, Mr. Wilford. How are you? Fine. Mr. Wilford, ഞങ്ങളുടെ പട്ടി എൻ്റെ കാൽ കടിച്ചു പറിച്ചു. My God, my dog is very innocent. Shut up your mouth, bastard. Cool, stupid. No. No. Miss Cancy. I'm silly me. Where is Spanky over you guys this boy? This is Candy. Man, this is Where's the sense? I love you. Golden Movies
presents boxer, boxer, boxer. സൂപ്പർ. രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അല്ല ഇപ്പൊ നമ്മള് ഇതിനി നാളെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ടിവിയിലോ മൊബൈൽ ഫോണിലോ കാണുന്ന ഒരാൾക്ക് ഈ ട്രെയിലറിന്റെ എഫക്ട് എത്ര കണ്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. നമ്മള് ഉത്സവ പറമ്പുകളില് ഒരു 50,000 വാട്ട്സ് സൗണ്ടിലൊക്കെ നിന്ന് ജോയിച്ചേട്ടൻ നിന്ന് പൊളിക്കുന്ന കാണുമ്പോഴോ ഞാനിങ്ങനെ ഫ്രണ്ടിലുള്ള പിള്ളേരുടെ മുഖമൊക്കെ ഇടയ്ക്ക് നോക്കും. അവര് സിനിമ മനസ്സിൽ കണ്ട് ആസ്വദിക്കുന്ന രീതിയിലാണ് ഈ ട്രെയിലർ അദ്ദേഹം ചെയ്തത്. അത്ര ഗംഭീരമാണ്. നമ്മളത് കണ്ടു, ആസ്വദിച്ചു. എന്നാ നിങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അയ്യോ അസാധ്യമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാ ഇത്രയും എന്താ പറയുക, ഇന്ന് ഇത്രയും പെർഫെക്ഷന് ചെയ്യുന്നത് കുറവാണ് കാണുന്നത്. അതെ അതെ, അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞത് തെറ്റായിട്ട് എടുക്കരുത്. കൺട്രോൾഡ് ആയിട്ട് ഒരു ഡയറക്ടർ ഉള്ള പടം. അതിനകത്തെ സീനുകൾക്ക് ഒരു ഓർഡർ ഉണ്ട്. ഒരു വെറുതെ ഒച്ചപ്പാടും ബഹളവും എന്നുള്ളതിനപ്പുറം ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട് ജോബിച്ചേട്ടന്റെ ട്രെയിലറിൽ. അതെ, താങ്ക് യു. വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അപ്പൊ ചേട്ടാ താങ്ക് യു സോ മച്ച്. താങ്ക് യു. എനിക്കും ഒത്തിരി സന്തോഷം. കാരണം പിഷാരടി ഈ ഷോ നല്ല നിലവാരമുള്ള ഷോ, ലോകം മുഴുവനുള്ള മലയാളികൾ കാണുന്ന ഷോ. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നമ്മളെ ഈ സാഹചര്യത്തിൽ വിളിച്ചതിൽ ഇങ്ങനെ ഒരു സ്നേഹം തന്നതിന് ഒത്തിരി നന്ദി. താങ്ക് യു. ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരൻ ഏറ്റുവാങ്ങണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് രമേശ് ചേട്ടനെ അജുവേട്ടനെ സ്റ്റേജിൽ ക്ഷണിക്കുന്നു, പ്ലീസ്. ശ്രീ ജോബി പാല. ജോബി പാലയുടെ ഒരു ട്രെയിലറാണ് നമ്മളിപ്പോൾ കണ്ടത്. ജോബി പാല എന്ന സിനിമ മലയാളികൾക്ക് മുന്നിൽ ഇനി ഇറങ്ങാൻ കിടക്കുന്നതേ ഉള്ളൂ. കൂടുതലൊന്നും അദ്ദേഹത്തെ പറ്റി പറയുന്നില്ല. നല്ല മനുഷ്യൻ, നല്ല കലാകാരൻ, വ്യക്തി സൗഹൃദങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന, വേദികളിൽ എത്തിക്കഴിഞ്ഞാൽ പണത്തിനൊത്ത മൂല്യമല്ല പണത്തെക്കാൾ മൂല്യമുള്ള ഒരു കലാകാരനാണ് ജോബി പാല. അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഈ വേദിയിൽ വന്നതിന് ഒരുപാട് നന്ദി. ഞങ്ങളുടെ വക ഒരു ചെറിയ ആദരവ്.